Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Intellectual Property Rights (IPR) from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. In this lecture, we are going to study about intellectual property rights (IPR). But before we study about intellectual property, we should understand what is a property. Property designates those things that are commonly recognized as being the possessions of an individual or a group. A right of ownership is associated with the property that establishes the good as being one's own thing in relation to other individuals or groups, assuring the owner the right to dispense with the property in a manner he or she deems fit, whether to use or not use, exclude others from using, or to transfer ownership. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ IPRനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് പ്രോപ്പർട്ടി? അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു ഗ്രൂപ്പിൻ്റെ കൈവശം ഇരിക്കുന്ന സാധന സാമഗ്രികളെ അല്ലെങ്കിൽ വസ്തുവകകളെയാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ കൈവശം ഇരിക്കുന്ന വസ്തുവകകളുടെ മേൽ അദ്ദേഹത്തിന് ഒരു ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കൈവശം ഇരിക്കുന്ന സാധനങ്ങൾ എൻ്റെ സ്വന്തം സാധനങ്ങൾ, വൺസ് ഓൺ തിങ്, എൻ്റെ സ്വന്തമാണ് അല്ലെങ്കിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു ഉടമസ്ഥാവകാശം കൂടി അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഉടമസ്ഥാവകാശം അതിൻ്റെ ഓണർക്ക്, ഉടമസ്ഥന് ചില അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ വസ്തുവകകൾ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ, തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു അവകാശം അതിനകത്തുണ്ട്. ഇനി അത് ഉപയോഗിക്കാനോ ഉപയോഗിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, ഇനി അദ്ദേഹം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല, അത് വിഷയമല്ല. പക്ഷെ മറ്റ് ആൾക്കാർ അത് ഉപയോഗിക്കുന്നത് തടയാനും അല്ലെങ്കിൽ അത് ഒഴിവാക്കാനും ഇദ്ദേഹത്തിന് അർഹതയുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഉടമസ്ഥാവകാശം, തൻ്റെ പേരിലിരിക്കുന്ന ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ തങ്ങളുടെ പേരിലിരിക്കുന്ന ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യാൻ മറ്റ് വ്യക്തികൾക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക് കൈമാറാനുള്ള അവകാശവും ഈ ഉടമസ്ഥന് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരാളുടെയോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെയോ പേരിൽ സ്വന്തം കൈവശം ഇരിക്കുന്ന ഉടമസ്ഥാവകാശമുള്ള വസ്തുവകകളെയാണ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ലാൻഡുണ്ട്, ഭൂമിയുണ്ട്, അതിന് ഉടമസ്ഥാവകാശം എനിക്കുണ്ടെങ്കിൽ അതെൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയും. എൻ്റെ കൈവശം വീടുണ്ട്, അതെൻ്റെ കൈവശമാണ് ഇരിക്കുന്നത്, ഞാനാണ് ഉപയോഗിക്കുന്നത്, എനിക്കതിനകത്ത് ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ അതെൻ്റെ പ്രോപ്പർട്ടിയാണ്. എൻ്റെ കൈവശം ഒരു കാറുണ്ട്, ആ കാർ എൻ്റെ കൈവശമാണ് ഇരിക്കുന്നത്, എനിക്കതിനകത്ത് ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ അതും പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാനാണ് സാധിക്കും. ഇത്തരത്തിൽ ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ വ്യക്തികളുടെയും കൈവശങ്ങൾ ഇരിക്കുന്ന ഓരോ സാധന സാമഗ്രികൾക്കും വസ്തുവകകൾക്കും നമ്മൾ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ആർ ഓഫ് ടു ടൈപ്സ്: tangible property and intangible property. That is, one that is physically present and the other which is not in any physical form. പ്രോപ്പർട്ടീസ് രണ്ട് തരത്തിലുണ്ട്, ടാഞ്ചിബിൾ പ്രോപ്പർട്ടിയും ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടിയും. ആദ്യം പറഞ്ഞത് ടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വൺ ദാറ്റ് ഈസ് ഫിസിക്കലി പ്രസൻറ്റ്, ഭൗതിക രൂപമുള്ള, നമുക്ക് കാണാനും തൊടാനും ഒക്കെ സാധിക്കുന്ന ഒന്നിനെയാണ് ടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the one which is not in any physical form, യാതൊരു വിധത്തിലുള്ള ഭൗതിക രൂപവും ഇല്ലാത്ത, നമുക്ക് കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് തൊട്ട് നോക്കാനും സാധിക്കാത്ത വസ്തുവകകളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ബിൽഡിംഗ്, ലാൻഡ്, ഹൗസ്, ക്യാഷ്, ജുവലറി ആർ എക്സാമ്പിൾസ് ഓഫ് ടാഞ്ചിബിൾ പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി സീൻ ആൻഡ് ഫെൽറ്റ് ഫിസിക്കലി. ബിൽഡിങ്, ലാൻഡ്, ഹൗസ്, ക്യാഷ്, ജുവലറി, നമുക്കറിയാം ക്യാഷ്, പൈസ, ആഭരണങ്ങൾ, ജുവലറി, വീട്, ഭൂമി, കെട്ടിടം, ഈ വക വസ്തുവകകൾ, ഈ കാര്യങ്ങളെല്ലാം ടാഞ്ചിബിൾ
നമുക്ക് തൊട്ട് നോക്കാനൊക്കെ സാധിക്കുന്നതാണ്, നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും, തൊട്ട് നോക്കാൻ ഭൗതിക രൂപമുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ ടാഞ്ചിബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. On the other hand, there is a kind of valuable property that cannot be felt physically as it does not have a physical form. Intellectual property is one of the forms of intangible property which commands a material value which can also be higher than the value of a tangible asset or property. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടിയാണ്. ഇതും ഒരു വാല്യൂബിൾ പ്രോപ്പർട്ടിയാണ്, വിലയുള്ള വസ്തുവകകളാണ്. പക്ഷേ ഇത്തരം വസ്തുവകകളെ നമുക്ക് ഫിസിക്കലി ഭൗതികപരമായിട്ട് നമുക്ക് തൊട്ടു നോക്കാനോ അല്ലെങ്കിൽ ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് കാണുവാനോ സാധിക്കത്തില്ല. കാരണം ഇതിനൊരു ഭൗതിക രൂപമില്ല, ഫിസിക്കൽ ഫോം ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കാണാനും സാധിക്കില്ല, തൊട്ടു നോക്കാനും സാധിക്കില്ല. ഇത്തരം പ്രോപ്പർട്ടികളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അഥവാ IP, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നതും ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടിക്ക് ഉദാഹരണമാണ്. ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്ന ഗണത്തിൽ വരുന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അഥവാ IP എന്ന് പറയുന്നത്. ഇവിടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടിയായ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കും മെറ്റീരിയൽ വാല്യൂ ഉണ്ട്, പക്ഷേ നമുക്കതിനെ കാണുവാനോ തൊട്ടു നോക്കുവാനോ സാധിക്കുന്നില്ലെന്ന് മാത്രം. ഒരു പക്ഷേ ഒരു ടാഞ്ചിബിൾ അസറ്റ് അല്ലെങ്കിൽ ടാഞ്ചിബിൾ പ്രോപ്പർട്ടിയേക്കാൾ കൂടുതൽ മൂല്യമുള്ളതും ആകാം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്കതിനെ തൊട്ടു നോക്കാൻ സാധിക്കത്തില്ല, കാണാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് തൊട്ടു നോക്കാൻ കഴിയുന്ന, കാണാൻ സാധിക്കുന്ന ടാഞ്ചിബിൾ പ്രോപ്പർട്ടിയേക്കാൾ ചിലപ്പോൾ മൂല്യം ഉണ്ടായിരിക്കാം, വാല്യൂ ഉണ്ടായിരിക്കാം, ഹയർ വാല്യൂ ഉണ്ടായിരിക്കാം. ഇതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. Let us discuss in detail about intellectual property. Intellectual property or IP is a term referring to creation of the intellect for which a monopoly is assigned to designated owners by law. Intellectual property കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അഥവാ IP എന്ന് പറയുന്നത് ഒരു പദമാണ്. അതായത് ഇൻ്റലക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻ്റലക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളാണ്. അതിനാണ് ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരാളുടെ കഴിവ്, മനുഷ്യ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു സൃഷ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആവിഷ്കാരത്തെ അതിന് ഇൻ്റലക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടി, ഒരു വ്യക്തിയുടെ സൃഷ്ടിക്ക് ഒരു മൊണോപ്പൊളി, ഒരു കുത്തക അവകാശം നിയമം അനുവദിച്ചു നൽകുന്നു. ഇതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഉദാഹരണത്തിലൂടെ നമുക്കിത് കൂടുതൽ മനസ്സിലാകും. ഒരു വ്യക്തി ഒരു നോവൽ രചിച്ചു, അല്ലെങ്കിൽ ഒരു കഥ തയ്യാറാക്കി, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി. അപ്പം ഇതെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ വിരിഞ്ഞ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന തൻ്റെ കഴിവ് ഉപയോഗിച്ച് രൂപപ്പെടുത്തിയെടുത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളെ, ഇപ്പം നോവലായാലും കഥയായാലും പുതിയ കണ്ടുപിടുത്തങ്ങളായാലും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള ആശയങ്ങളായാലും ഇതിനെയൊന്നും നമുക്ക് ഒരു പ്രോഡക്റ്റായിട്ടോ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ തൊട്ടു നോക്കാൻ സാധിക്കുന്ന വസ്തുക്കളല്ല. പക്ഷേ ഇതിനെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇതിനെയൊക്കെ ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടിക്ക് ഉദാഹരണമാണ്. അതിനെ നമുക്ക് കാണാനോ തൊട്ടു നോക്കാനോ സാധിക്കത്തില്ല എന്നുള്ളത്. പക്ഷേ എങ്കിലും ഈ കാണാൻ പറ്റാത്ത, തൊട്ടു നോക്കാൻ സാധിക്കാത്ത ഈ പ്രോപ്പർട്ടിക്ക് നിയമം അതിൻ്റെ ഉടമസ്ഥർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഓണർക്ക് ചില അവകാശങ്ങൾ അസൈൻ ചെയ്യുന്നു, സാധിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അംഗീകരിച്ചു നൽകുന്നു. അതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്നത്. In some foreign countries, intellectual property rights is referred to as industrial property, copyright, patent and trademarks, trade secrets. All these cover music, literature and other artistic works, discoveries and inventions, and words, phrases, symbols and designs. Intellectual property rights are themselves a form of property called intangible property.
ചില വിദേശ രാജ്യങ്ങളിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അറിയപ്പെടുന്നത് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്നും കോപ്പിറൈറ്റ് എന്നും പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്സ് എന്നും ട്രേഡ് സീക്രട്സ് എന്നൊക്കെയാണ്. ഈ കാര്യങ്ങളെല്ലാം മ്യൂസിക്, സംഗീതം, സാഹിത്യം, കലാപരമായ ആശയങ്ങൾ, കണ്ടെത്തലുകൾ, കണ്ടുപിടുത്തങ്ങൾ, വാക്കുകൾ, ചിഹ്നങ്ങൾ, ചില ഡിസൈനുകൾ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തന്നെ ഒരു ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടിയുടെ ഫോമാണ്. അതായത് നമുക്ക് കണ്ണുകൊണ്ടോ കാണുവാനോ തൊട്ടു നോക്കാനോ സാധിക്കാത്ത ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടീസിൻ്റെ ഗണത്തിലാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും വരുന്നത്. Intellectual property or IP is divided into two categories for ease of understanding. One is industrial property and the other one is copyright. Let us discuss about industrial property. Industrial property, which includes inventions or patents, trademarks, industrial designs and geographic indications of source. Intellectual property മനസ്സിലാക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്നും രണ്ടാമത്തേത് കോപ്പിറൈറ്റ് എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൽ ഇൻവെൻഷൻസിന്, കണ്ടുപിടുത്തങ്ങൾക്ക് നൽകുന്ന പേറ്റൻസ്, ട്രേഡ് മാർക്സ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് സോഴ്സ് ഇവയൊക്കെ ഉൾപ്പെടുന്നു. അപ്പോൾ പേറ്റൻസ് എന്താണെന്നും ട്രേഡ് മാർക്ക് എന്താണെന്നും ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്താണെന്നും ജോഗ്രഫിക് ഇൻഡിക്കേഷൻ ഓഫ് സോഴ്സ് എന്താണെന്നും ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരണം ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ആവർത്തിക്കാത്തത്. കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്സ് സച്ച് ആസ് നോവൽസ്, പോയംസ് ആൻഡ് പ്ലേസ്, films, musical works, artistic works such as drawings, paintings, photographs and sculptures and architectural designs. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു പറഞ്ഞു. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്നും കോപ്പിറൈറ്റ് എന്നും. അതിൽ കോപ്പിറൈറ്റിനകത്ത് കലാപരമായിട്ടുള്ള, സാഹിത്യപരമായിട്ടുള്ള നോവലുകൾ, കവിതകൾ, അതേപോലെ നാടകങ്ങൾ, ചലച്ചിത്രങ്ങൾ, സംഗീത സൃഷ്ടികൾ, അതേപോലെ തന്നെ ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, സ്കൾപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ശില്പങ്ങൾ, ആർക്കിടെക്ചറൽ ഡിസൈൻസ്, നമുക്കറിയാം ബിൽഡിങ്ങുകളുടെയും മറ്റതിൻ്റെയൊക്കെ രൂപകൽപ്പനയെ സംബന്ധിക്കുന്ന ചില ഡിസൈനുകൾ, ഇതെല്ലാം കോപ്പിറൈറ്റിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ കോപ്പിറൈറ്റിൽ ഉൾപ്പെടുന്നതാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറിയായ കോപ്പിറൈറ്റിൽ ഉൾപ്പെടുന്നതാണ് ഇവയെല്ലാം. റൈറ്റ്സ് റിലേറ്റഡ് ടു കോപ്പിറൈറ്റ് ഇൻക്ലൂഡ് ദോസ് ഓഫ് പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഇൻ ദെയർ പെർഫോമൻസസ്, producers of phonograms in their recordings and those of broadcasters in their radio and television programs. അപ്പോൾ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫ്സ്, നോവലുകൾ, സംഗീത സൃഷ്ടികൾ, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, ഇത് കൂടാതെ തന്നെ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഗായകന്മാർ, പാട്ട് പാടുന്നവർ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർ, ഇവരൊക്കെ ലൈവായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. അവരുടെയൊക്കെ പെർഫോമൻസസ്, അതേപോലെ റെക്കോർഡിങ്സിൽ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, മറ്റ് ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ പ്രൊഡ്യൂസേഴ്സ്, അതേപോലെ തന്നെ ടി വിയിലും റേഡിയോയിലും ഒക്കെ പ്രോഗ്രാംസ്, അതിൻ്റെ ബ്രോഡ്കാസ്റ്റേഴ്സ്. ഇപ്പോൾ ഒരു ടി വിയിൽ അല്ലെങ്കിൽ ഒരു റേഡിയോയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, അതിൻ്റെ ബ്രോഡ്കാസ്റ്റർ എന്ന് വെച്ചാൽ അത് സംപ്രേഷണം ചെയ്യുന്നവർ, അവർക്കൊക്കെ കോപ്പിറൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ അവകാശം ഉണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അതിന് കാരണമാകുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇവർക്കെല്ലാവർക്കും ഉണ്ട്. Assignment question. What do you mean by intellectual property right or IPR? I hope all of you understood the topic intellectual property rights or IPR quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.